ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് the wave equation in one dimension. വൺ ഡയമെൻഷണൽ കേസിൽ വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷനെ ഡിറൈവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലെറ്റ് us consider a string stretched between two fixed points AB with a tension T. So ഇതാണ് ആ സ്ട്രെച്ച്ഡ് സ്ട്രിങ് between two points A, B and with a tension T. Now let us also take x-axis along the direction of undisplaced string AB, and y-axis is the direction of displacement. So this is the direction of undisplaced string. AB is the direction of undisplaced string, and displacement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത് along y-axis ലാണ്. So this F represent ചെയ്യുന്നത് displacement ആണ്. Now ഇങ്ങനെയുള്ള എ ബി സ്ട്രിങ്ങിലെ ഒരു സ്മോൾ എലമെന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. സ്മോൾ ലെങ്ത് എലമെന്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു പി ക്യൂ. ഓക്കെ, പി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എലമെന്റ് ആണ് ഈ സ്ട്രിങ്ങിലുള്ള. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ഡിസ്റ്റൻസ് എക്സിലുള്ള എലമെന്റ് ആണ്. ഈ പി ക്യൂയുടെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ആണ്. നൗ പി ഡാഷ് ക്യൂ ഡാഷ് റെപ്രസെന്റ് ചെയ്യുന്നത് ആഫ്റ്റർ ഡിസ്പ്ലേസ്മെന്റ് പൊസിഷൻ ഓഫ് ആഫ്റ്റർ ഡിസ്പ്ലേസ്മെന്റിന് ശേഷം ഇതിന്റെ ലെങ്ത് ആണ് പി ഡാഷ് ക്യൂ ഡാഷ് ആഫ്റ്റർ ഡിസ്പ്ലേസ്മെന്റ് പി ക്യൂയുടെ. അതായത് നമ്മൾ ഇതിനൊന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ, ഒരു വേവ് ഫോം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യും. സോ ആഫ്റ്റർ ഫോഴ്സിന് ശേഷം ഇത് പി ഡാഷ് ക്യൂ ഡാഷ് ആയിട്ട് മാറും. സോ ഇതിന്റെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പി ഡാഷ് ഈ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഫ്, റൈറ്റ്? ദിസ് ഈക്വൽ ടു എഫ്. ആൻഡ് ആൾസോ ക്യൂ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഡാഷ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എഫ് പ്ലസ് ഡെൽറ്റ എഫ്. ഓക്കെ, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. സിമിലർലി ഓരോ പോയിന്റിലെയും ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ദിസ് ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലിനേഷൻ ആണ്. അറ്റ് പി ഡാഷിലുള്ള ഇൻക്ലിനേഷൻ ആണ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമിലർലി തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ, ദിസ് തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യൂ ഡാഷിലുള്ള ഇൻക്ലിനേഷൻ ആണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദ എക്സ് ആക്സിസ്. നൗ ദിസ് we can resolve this tension acting at P dash and Q dash along x and y axis. Then അതിനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ടോട്ടൽ സം ഓവർ ടി എക്സ് വൈ എക്സ് എക്സ് ആക്സിലുള്ള ടോട്ടൽ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി കോസ് തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ മൈനസ് ടി കോസ് തീറ്റ. ദാറ്റ് ഇസ് at the point Q ലുള്ള ടെൻഷൻ മൈനസ് at the point P ഡാഷിലുള്ള ടെൻഷൻ Q ഡാഷ് ആൻഡ് P ഡാഷ്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ് തീറ്റ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോങ് എക്സ് ആക്സിസിലുള്ള കമ്പോണന്റ് ആണ്. സോ ദിസ് ടി കോസ് തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ മൈനസ് ടി കോസ് തീറ്റ. സിമിലർലി അലോങ് വൈ ആക്സിസ് സൈൻ തീറ്റ കമ്പോണന്റ് ഉണ്ടാവും. സോ that is equal to t sin theta plus delta theta minus t sin theta. Okay, now as theta and delta theta very small ആണെന്ന രീതിയിൽ നമ്മൾ that approximation നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we will get cos theta plus delta theta equal to cos theta എന്ന് നമുക്ക് എഴുതാം. That is approximately equal to cos theta. Similarly sin theta plus delta theta equal to theta plus delta theta, right?
So sin theta equal to theta എന്ന് എഴുതാം. sin theta approximately equal to theta. ഈ അപ്രോക്സിമേഷൻ നമ്മൾ ഈ ടു ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊട്ട് നമുക്ക് sum over tx equal to t cos theta equal to t cos plus delta theta, this equal to cos theta, right? As per this approximation, this equal to cos theta minus t cos theta, that will be equal to 0. Then t sum over ty equal to this ഈ ടേം നമുക്ക് theta plus delta theta തരും minus t theta. So this cancel ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുക sum over ty equal to t delta theta എന്ന് വരും. Okay. Now resultant force acting along y-axis, ഡിസ്പ്ലേസ്മെന്റിന് കാരണമാകുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എല്ലാം വൈ ആക്സിസിലാണ്. സോ ദാറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് ഇക്വേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഇൻറ്റു ഡെൽറ്റ തീറ്റ ആയിരിക്കും, റൈറ്റ്? ദിസ് ടി എക്സ് ഇസ് ഈക്വൽ ടു 0, ദിസ് സം ഓവർ ടി എക്സ് ഈക്വൽ ടു 0 നമുക്ക് കിട്ടി. നൗ അലോങ് വൈ ആക്സിസിലുള്ള ടോട്ടൽ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റ തീറ്റയാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ റിസൾട്ടന്റ് ഫോഴ്സ്, ഓക്കെ, ടി ഡെൽറ്റ തീറ്റ, ദാറ്റ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡെൽറ്റ ഓഫ് ടാൻ തീറ്റ. Right? Tan theta represent ചെയ്യുന്നത് സ്ലോപ്പ് ആണെന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ടി ഡെൽറ്റ ഓഫ് ഡി എഫ് ബൈ ഡി എക്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഡി എഫ് ബൈ ഡി എക്സ്. സോ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് അലോങ് വൈ ആക്സിസ്, റിസൾട്ടന്റ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് വരും. ഓക്കെ. Now mass of the element delta x. So delta x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this ഈ എലമെന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്, this element pq. Okay, അതിന്റെ ലെങ്ത് ആണ് delta x. Now its mass will be equal to total mass of that സ്ട്രിങ്ങിന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെന്റ് ലെങ്ത് ഉള്ള മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m into delta x ആയിരിക്കും. വേർ m ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, സ്മോൾ m ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. So total mass equal to m into delta x. Now acceleration, acceleration of this element at the displacement f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് f ആണെന്നുണ്ടെങ്കിൽ acceleration is equal to second time derivative എടുത്തു കഴിഞ്ഞാൽ we will get acceleration, that is equal to dou square f divided by dot t square. Now according to Newton's second law, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? These two forces will be equal, right? So m into this is the acceleration at the for a displacement f, dou square f by dot t square. Then mass of that length എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു m into delta x ആണ്. So mass into acceleration, that is equal to force. നമ്മൾ ഓൾറെഡി ഫോഴ്സിനുള്ള റിലേഷൻ ഡെറൈവ് ചെയ്തിട്ടുണ്ട്, that is equal to t into dou square f divided by dou x square into delta x. Okay. So from this equation നമുക്ക് dou square f divided by dou x square will be equal to m by t into dou square f divided by dou t square. Just rearrange delta x cancel, then m by t. Okay, t സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ dou square f divided by x square equal to m by t into dou square f divided by dou t square. Now നമുക്കറിയാം ജനറൽ ഫോം ഓഫ് എ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dou square f divided by dou x square equal to 1 by v square into dou square f divided by dou t square ആണ്. So comparing these two relations, ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത വേവ് ഇക്വേഷനും these two relation നമുക്ക് ഒരു സ്ട്രിംഗിൽ ഉണ്ടാവുന്ന വേവിന്റെ ഇക്വേഷനും രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ we will get m by t equal to 1 by v square, m by t equal to 1 by v square. So v equal to what? V equal to root t by m എന്ന് നമുക്ക് കിട്ടും. v equal to അതായത് velocity of the wave in a string is equal to root of t by m എന്ന് നമുക്ക് കിട്ടും. So t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is t? Tension, and m ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് mass per unit length.
Now നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഇതിന്റെ സൊല്യൂഷന്റെ ഫോമാണ്. ഈ വേവിക്കേഷൻ, വൺ ഡയമെൻഷണൽ വേവിക്കേഷൻ നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്തു. അതാണ് ഇത്. ഡോ സ്ക്വയർ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 ബൈ വി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ഡിവൈഡ് ബൈ ഡോ ടി സ്ക്വയർ. സോ ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ബോത്ത് ഇൻ സ്പേസ് ആൻഡ് ടൈം. വൺ ഡയമെൻഷണൽ ആയതുകൊണ്ട് വി വിൽ ഹാവ് എന്നിട്ട് ഒരു സ്പേഷ്യൽ കോർഡിനേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു ടെമ്പറൽ കോർഡിനേറ്റ് ഉണ്ട്. ഓക്കെ, സോ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നൗ ഇതിന്റെ സൊല്യൂഷൻ, ഈ വേവിക്കേഷന്റെ സൊല്യൂഷൻ ഏത് രൂപത്തിലുള്ള സൊല്യൂഷൻ ആണെന്ന് അഡ്മിറ്റ് ചെയ്യാം. ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് us ജനറൽ ഫോം, ഈ ഇക്വേഷൻ ടു അഡ്മിറ്റ് ചെയ്യുന്ന സൊല്യൂഷന്റെ ജനറൽ ഫോം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ടി അല്ലേ. സോ ദർ ആർ ടു independent variables x and t. So f of xt is equal to g into x minus t. ഇങ്ങനെയുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് x and t. Okay, so let us consider x minus vt equal to z. That is x minus vt equal to z എന്ന് this റിലേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ f of xt is equal to g of z എന്ന് നമുക്ക് കിട്ടും, right? x minus vt equal to z. Now let us calculate dou f by dou x. Dou f by dou x is equal to, as per this, dou f by dou x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f is equal to g of z ആണ്, and g is the function of z, right? So നമുക്ക് എന്ത് എഴുതാം, dou f by dou x is equal to dou g by dou z into dou z divided by dou x, as g is the function of z. So this is equal to dou g by dou z. Dou z by dou x is equal to 1 ആണ് അല്ലേ. From this z is equal to x minus vt ആണ്. So dou z divided by dou x is equal to, we will get this is equal to partial derivative ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 1 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, dou f by dou x is equal to dou g by dou z. Similarly, dou square f divided by dou x square, second derivative, that will be equal to dou by dou x of this one, dou g dou by dou x or dou f by dou x, dou by dou x of dou f by dou x, right? Dou square divided by dou x square, that is equal to dou by dou x of what is dou f by dou x, that is equal to dou g by dou z, dou g by dou z. So this is equal to dou by dou z of dou g by dou z into dou z by dou x, that is equal to dou square g divided by dou z square എന്ന് നമുക്ക് കിട്ടും. Now similarly, dou f by dou t, time derivative, dou f by dou t equal to നമുക്കറിയാം f is the function of f is equal to g of z ആണ്, where g is the function of z. So dou g by dou f by dou t equal to dou g by dou z into dou z by dou t. So this is equal to എന്ത് വരും, dou g by dou z into minus v z is equal to x minus vt ആണ്. So dou z by dou t equal to minus v എന്ന് വരും അല്ലെ, പാർഷ്യൽ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് minus v into dou g by dou z, അതാണ് ഇവിടെ നമുക്ക് കിട്ടുക. Now dou square, second order differential എടുത്തു കഴിഞ്ഞാൽ dou square f by dou t square equal to dou by dou t of dou f by dou t, that is equal to dou by dou t of minus v dou g by dou z. Okay, minus v dou g by dou z is equal to minus v into dou by dou z of dou g by dou z into dou z by dou t. So നമുക്ക് ഇവിടെ കിട്ടും equal to minus v square dou square g by dou z square. So നമുക്ക് എന്ത് കിട്ടി, dou square g from this relation, dou square g divided by dou z square equal to 1 by v square into dou square f by dou t square, right? Dou square g divided by dou z square is equal to 1 by v square into dou square f divided by dou t square. Now what is dou square g divided by dou z square?
dou square g divided by dou z square equal to dou square f divided by dou x square from equation 3. Okay, so ഇവിടെ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഫ്രം ഇക്വേഷൻ 3 and 4 we will get dou square f divided by dou x square is equal to 1 by v square into dou square f divided by dou t square അല്ലേ. സോ ഇനിഷ്യലി നമ്മുടെ സെയിം ഇക്വേഷനിൽ തന്നെ എത്തിച്ചേർന്നു. സോ വിച്ച് ഇൻഡിക്കേറ്റ് ഫൈനലി നമ്മൾ ഇതിൽ എത്തിച്ചേർന്നു, ഇനിഷ്യൽ ഇക്വേഷനിൽ തന്നെ നമ്മൾ എത്തിച്ചേർന്നു. സോ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എന്താണ്, g into x minus vt is the solution of equation 2. Hence g of x minus vt is the solution of equation 2. So this represents wave moving in positive x direction with velocity v. Okay, x minus vt represents wave moving in positive x direction with a velocity v. Now if you are considering a wave moving in നെഗറ്റീവ് ഡയറക്ഷൻ, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ വിത്ത് എ വെലോസിറ്റി വി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഫോം ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h ഇൻറ്റു എക്സ് പ്ലസ് വി ടി ആയിരിക്കും. ദിസ് ഈസ് ആൾസോ എ സൊല്യൂഷൻ ഓഫ് ദിസ് വേവ് ഇക്വേഷൻ. ഓക്കെ, h of x plus vt, f of xt is equal to h of x plus vt. This is also a solution. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് വേവ് മൂവിങ് ഇൻ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ് വിത്ത് എ വെലോസിറ്റി v. And this one x minus vt, g of x minus vt represents wave moving in a positive x direction with a velocity v. Now നമ്മൾ ഇതിനെ രണ്ടും കൂടെ സം ചെയ്യാം, സൂപ്പർ ഇമ്പോസ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ we will get a ബോത്ത് പോസിറ്റീവ് ഡയറക്ഷനിലും നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലും മൂവ് ചെയ്യുന്ന ഒരു രണ്ട് വേവിനെ കൂടെ നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ആണ് കിട്ടുക. ദിസ് ആൾസോ എ സൊല്യൂഷൻ. ഓക്കെ, എഫ് ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് മൈനസ് വി ടി പ്ലസ് എച്ച് ഓഫ് എക്സ് പ്ലസ് വി ടി എന്ന് കിട്ടും, നമുക്ക് കിട്ടും. ഇതും ഒരു ജനറൽ ഈ വേവിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക്, ഈ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഒരു വേവ് ഇക്വേഷൻ എങ്ങനെ നമുക്ക് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം, അതിന്റെ സൊല്യൂഷൻ, ആ വേവ് ഇക്വേഷൻ അഡ്മിറ്റ് ചെയ്യുന്ന സൊല്യൂഷൻ ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കും. സോ ഇവിടെ നമ്മൾ കണ്ടു ഒരു വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇൻ ബോത്ത് സ്പേസ് ടൈം അല്ലെ, രണ്ടിലും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഉണ്ടാവും. ഓക്കെ, നൗ ഇവിടെ ഇനി നമ്മൾ അനദർ ടൈപ്പ് ഓഫ് സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള സെർച്ചിങ് ആണ് നടത്തുന്നത്. നൗ ഫോർ എക്സാമ്പിൾ നമുക്ക് സിനുസോയിഡൽ വേവ്സ്. ഓക്കെ, സോ പീരിയോഡിക് സൊല്യൂഷൻ ഒക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക സൈനുസോയിഡൽ അല്ലെങ്കിൽ കൊസൈൻ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ്. സോ അങ്ങനെയുള്ള പീരിയോഡിക് സൊല്യൂഷൻ ഒക്കെ അഡ്മിറ്റ് ചെയ്യുന്ന കേസിൽ, ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ അല്ലെ, നമുക്കൊരു പീരിയോഡിക് മോഷൻ ആണ് ഉണ്ടാവുക അവിടെ. അപ്പൊ നമ്മൾ പീരിയോഡിക് സൊല്യൂഷൻ ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുക. സോ ദർ ആർ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സൊല്യൂഷൻ അല്ലെ, നമുക്കറിയാൻ പറ്റും സൈനുസോയിഡൽ, കൊസൈൻ, സിമിലർലി സോ ടൂത്ത്, സ്ക്വയർ വേവ്, റെക്ടാങ്കുലർ, ഗോഷ്യൻ ടൈപ്പ്, ഇതൊക്കെ ഇങ്ങനെ പല രീതിയിലുള്ള വേവ്സ് നമുക്കുണ്ട്. ഈ വേവ്സ് എല്ലാം ഈ ഫോംസ് ഓഫ് സൊല്യൂഷൻ എല്ലാം നമ്മുടെ വേവ് ഇക്വേഷൻ അഡ്മിറ്റ് ചെയ്യണം അല്ലെ, സൊല്യൂഷൻ അതിന്റെ സൊല്യൂഷൻ ആയിട്ട് അഡ്മിറ്റ് ചെയ്യണം. നൗ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു സൈനുസോയിഡൽ വേവിന്റെ ഫോം എങ്ങനെയായിരിക്കും, സൊല്യൂഷന്റെ ഫോം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സോ എഫ് ഓഫ് എക്സ് ടി represent ചെയ്യുന്ന സൊല്യൂഷൻ ടു ദ വേവ് ഇക്വേഷൻ.
എഫ് ഓഫ് എക്സ് കൊമ ടി, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡയമെൻഷണൽ ആണ് അല്ലേ, അതുകൊണ്ട് തന്നെ എക്സ് ആൻഡ് ടെമ്പറൽ ടി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ. എന്താണ് ജനറൽ ഫോം? എ ഇൻറ്റു സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ. എ ഇൻറ്റു സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ, വേർ എ റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ആണ്. ദാറ്റ് ഈസ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്, റൈറ്റ്? നൗ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് നമ്പർ ഓർ പ്രൊപ്പഗേഷൻ വെക്ടർ ആണ്. സോ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ്. ഓക്കെ, സോ വേവ് നമ്പർ എന്നാണ് നമ്മൾ അതിന് പറയുക, അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ വെക്ടർ എന്ന് പറയും. ഓക്കെ, പ്രൊപ്പഗേഷൻ വെക്ടർ ഓർ വേവ് നമ്പർ. നൗ വിച്ച് ഇസ് ഈക്വൽ ടു 2π ബൈ ലാംഡ ആണ്. വേവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π ബൈ ലാംഡ, വേർ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് ഓഫ് ദ വേവ് ആണ് ലാംഡ. നൗ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is ഒമേഗ is the angular velocity that is equal to 2π by t, and delta represent ചെയ്യുന്നത് ഇനിഷ്യൽ ഫേസ് ആണ്. സോ ഇങ്ങനെയുള്ള ഒരു ഫോം ഓഫ് സൊല്യൂഷൻ ആണ് നമുക്ക് ഉണ്ടാവുക. സൈനുസോയിഡൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് സൊല്യൂഷൻ. നൗ ലെറ്റ് us calculate omega by k. Omega, angular velocity divided by wave number, that is equal to 2π by t. Omega equal to 2π by t. 2π by t divided by 2π by lambda. So this is equal to lambda by t എന്ന് വരും അല്ലേ, lambda by t. So this is equal to lambda by t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ lambda into 1 by t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ആണ്, ന്യൂ. Okay, lambda by t equal to lambda nu, that is equal to velocity, that is equal to v എന്ന് കിട്ടും. Okay, so velocity of the wave നമുക്ക് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒമേഗ ബൈ കെ റെപ്രസെന്റ് ചെയ്യുന്നത് വെലോസിറ്റി ആണ്. ഓക്കെ, ഒമേഗ ബൈ കെ റെപ്രസെന്റ് ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് ദ വേവ് ആണ്. നൗ വേവ് ട്രാവലിംഗ് ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, ദിസ് ഇസ് ദ വേവ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് സൊല്യൂഷൻ 1 റെപ്രസെന്റ് ചെയ്യുന്നത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന വേവിന്റെ ഒരു സൊല്യൂഷൻ ആണ്. സോ എഫ് ഓഫ് ദെൻ റൈറ്റ് ടു ലെഫ്റ്റ് എങ്ങനെയായിരിക്കും? റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി മൈനസ് ഡെൽറ്റ. കെ എക്സ് പ്ലസ് ഒമേഗ ടി മൈനസ് ഡെൽറ്റ റെപ്രസെന്റ് ചെയ്യുന്നത് വേവ് ട്രാവലിംഗ് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഓക്കെ, റൈറ്റ് ടു ലെഫ്റ്റ്. Now let us ഈ വേവ് സൊല്യൂഷനെ നമുക്ക് ഇങ്ങനെ കോംപ്ലക്സ് നൊട്ടേഷനിൽ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കോംപ്ലക്സ് ഫോം ഓഫ് വേവ്സ്. സോ നമുക്കറിയാം ഇ റൈസ് ടു ഐ തീറ്റ. വാട്ട് ഈസ് ഇ റൈസ് ടു ഐ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. നൗ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് സൈൻ തീറ്റ? സൈൻ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് e raised to I theta, right? E raised to I theta is equal to cos theta plus sin theta. So cos theta represent ചെയ്യുന്ന റിയൽ പാർട്ട് ആണ്, ആൻഡ് ദിസ് I sin theta ഇതാണ് ഇതിന്റെ ഇമാജിനറി പാർട്ട്, റൈറ്റ്? സോ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്താം? റിയൽ പാർട്ട് ഓഫ് ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. റിയൽ പാർട്ട് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റയാണ്. സോ sin theta is equal to imaginary part of e raised to I theta എന്ന് നമുക്ക് എഴുതാം. സോ ഇവിടെ എല്ലാ ഈ സൊല്യൂഷൻസ് എല്ലാം ഏതിന്റെ ഫോമിലാണ്? സൈൻ ഫംഗ്ഷൻ ആണ് അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? ഈ സൈൻ തീറ്റയെ നമുക്ക് ഇമാജിനറി പാർട്ട് ഓഫ് ഇ റൈസ് ടു ദിസ് എക്സ്പോണൻഷ്യൽ ദിസ് ടേം എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ആ രീതിയിലാണ് നമ്മൾ കോംപ്ലക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സൊല്യൂഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ ഓഫ്, അല്ലേ? എഫ് ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു
എ ഇൻറ്റു സൈൻ ഓഫ് കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ആയിരുന്നു അല്ലേ. സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ. സോ സൈൻ തീറ്റയെ നമ്മൾ എന്ത് ചെയ്തു? സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് ഇ റൈസ് ടു കെ ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ആക്കി നമ്മൾ represent ചെയ്തു. So f of x is equal to imaginary part of a into e raised to I kx minus omega t plus delta. So this can be further modified as is equal to imaginary part of a into e raised to I delta. So just e raised to ഇതിനെ രണ്ട് പ്രൊഡക്റ്റ് ആക്കിയിട്ട് represent ചെയ്യാം. e raised to I delta into e raised to I kx minus omega t. Now let us represent e raised to I. A into a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആയിരുന്നു അല്ലേ. സോ a into e raised to ഡെൽറ്റ എന്തായിരുന്നു? ഡെൽറ്റ ഇനിഷ്യൽ ഫേസ് ആണ്. സോ ഈ രണ്ട് പാർട്ടിനെ നമുക്ക് a ബാർ അല്ലെങ്കിൽ a ടിൽഡ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ f of xt is equal to imaginary part of a tilde e raised to I kx minus omega t. Okay. So this is equal to, so this പാർട്ടിനെ നമുക്ക് എഫ് ടിൽഡ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, എഫ് ടിൽഡ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്, ഭാഗമാണ്. ഇത് ബാക്കിയുള്ള കാൽക്കുലേഷൻസിലെല്ലാം നമ്മൾ ഡിസ്കഷൻസിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കും. ഓക്കെ, സോ എഫ് ബാർ അല്ലെങ്കിൽ എഫ് ടിൽഡ ഈക്വൽ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എ ടിൽഡ ഇ റൈസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇത് കോംപ്ലക്സ് നൊട്ടേഷൻ, കോംപ്ലക്സ് റെപ്രസെന്റേഷൻ ആണ് അല്ലേ. സോ general form of a solution is equal to എങ്ങനെ represent ചെയ്യാം? f of x is equal to imaginary part of f tilde x of t. f tilde of x of t is equal to e raised to I kx a bar a tilde e raised to I kx minus omega t ആയിരിക്കും. ഓക്കെ.